എല്ലാവർക്കും ലിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരിയഡ് ഡേറ്റിന് ഒരു ദിവസം മുൻപ് മുതലെങ്കിലും ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഒരു പരിധി വരെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് ദിവസമായിട്ട് കമന്റ്സിന് റിപ്ലൈ തരാനായിട്ട് എനിക്ക് പറ്റിയില്ല. വീട്ടിൽ ആർക്കും വയ്യാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ വീഡിയോസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്ലോഡായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കമന്റ്സിനൊക്കെ ക്ലിയർ ചെയ്ത് റിപ്ലൈ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉണ്ടാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് ആണ്. ഇത് ഒരു ശരീരഭാഗത്തല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, പല പല ശരീരഭാഗങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കാണുന്നത്. ഇപ്പോൾ ഫേസിൽ എന്തെങ്കിലും ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ മഞ്ഞാകുന്ന സമയം കൊണ്ടോ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടമാകുന്നത് കൊണ്ടോ ആയിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എവിടേക്കാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് മുഖത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. മുഖത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവുന്ന 3 ശരീരഭാഗങ്ങളുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തേതാണ് നമ്മുടെ സ്കിൻ. നമ്മുടെ സ്കിന്നിലെ മുഖത്ത് ഓരോ ഭാഗത്തേക്കും ഒരു ഡ്രൈനെസ്, ഒരു വരൾച്ച നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നു. ഇത് നിങ്ങൾക്ക് മുഖത്തിന്റെ ചീക്സിന്റെ ഭാഗത്തായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതലാണ് കേട്ടോ. അടുത്തതായിട്ട് കാണുന്നത് നിങ്ങളുടെ ലിപ്സിലായിരിക്കും. ലിപ്സ് നല്ലതുപോലെ വിണ്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഈ ലക്ഷണം റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പ്രഗ്നന്റ് ആകുന്നവർക്ക് പലർക്കും തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ശരീരഭാഗമാണ് നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ നമ്മുടെ വായ. ഇത് ഭയങ്കരമായിട്ട് വരണ്ടു പോകുന്നത് പോലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തവണ വെള്ളം കുടിച്ചിട്ട് അത് ക്ലിയർ ആയി പോകുന്ന അതിനെ നമുക്ക് പ്രഗ്നൻസി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലക്ഷണം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ സൂചനയായിരിക്കും. ഈ 3 ശരീരഭാഗങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇവയുടെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നതും അതുമൂലം ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസും അതുപോലെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ക്രമാതീതമായിട്ട് ഇൻക്രീസ് ആയി വരുന്നതുമാണ് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് സ്ത്രീക്ക് ഉണ്ടാകുന്ന ശരീരത്തിൽ വേണ്ട വാട്ടർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നോർമലി ഉണ്ടായിരുന്നതിനേക്കാളും വളരെയധികം കൂടുതലായിട്ടായിരിക്കും. അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വേണ്ടിയിട്ടും അതുപോലെ വാട്ടർ റിക്വയർമെന്റും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേണ്ടതിന്റെ ആവശ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഡ്രൈനെസ് നിങ്ങളുടെ ലിപ്സിലും അതുപോലെ നിങ്ങളുടെ ചീക്സിലും നിങ്ങളുടെ വായയിലും ഒക്കെ ഡ്രൈനെസ് നല്ലതുപോലെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു ശരീരഭാഗമാണ് നിങ്ങളുടെ വജൈന. വജൈന ഡ്രൈനെസ് നമുക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ട് പലർക്കും തന്നെ അവരുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ദിവസങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. ഓവുലേഷനോട് അടുക്കുന്നതിന് മുൻപായിട്ടുള്ള സമയങ്ങളിൽ പലർക്കും വജൈന ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസത്തിന് മുൻപായിട്ടും വജൈനയില് ഡ്രൈനെസ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾക്കിപ്പോൾ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്നു. കാരണം നിങ്ങളുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് ശരീരം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈസ്ട്രോജന്റെ അളവ് ശരീരത്തിൽ കൂടാറുണ്ട്. അതുപോലെ LH ഹോർമോൺ, FSH ഹോർമോൺ, ഇങ്ങനെ പല ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ കൂടിക്കൂടി വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വജൈനയിലെ പെട്ടെന്നൊരു ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട് ചേഞ്ചസ് അനുഭവപ്പെടുന്നു. ദെൻ നിങ്ങളുടെ ഓവുലേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വജൈന നല്ലതുപോലെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്ത് ലൂബ്രിക്കേഷൻ കൂടുതലായിട്ടുണ്ടാകുന്നു. സെക്സിന്റെ പ്രോസസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ അവിടെ നല്ലതുപോലെ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും അനുഭവപ്പെടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഈസ്ട്രോജൻ ഹോർമോൺ അവിടെ ഡ്രോപ്പ് ആവുകയും പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 to 12 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ഇൻക്രീസ് ആകുന്നുണ്ട്. ഈ 3 ഹോർമോൺസും ഇൻക്രീസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വജൈനയിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു. ഈ സമയങ്ങളിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വജൈനയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വജൈനൽ ഡ്രൈനെസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലർക്ക് ആ സമയങ്ങളിൽ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. ചില ആളുകൾ ഈ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരു അവസ്ഥയും നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും കേട്ടോ. ഇതാണ് വജൈനയിൽ സംഭവിക്കുന്ന മാറ്റം. ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഹോർമോണൽ വ്യത്യാസം കൊണ്ടും വാട്ടർ റിക്വയർമെന്റ് ശരീരത്തിൽ കുറയുമ്പോഴും
നിങ്ങൾക്ക് ഈ ഒരു മാറ്റം പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് എഫക്ട് ചെയ്യുന്ന 2 ശരീരഭാഗമാണ് നിങ്ങളുടെ വയറിന്റെ അവിടെയുള്ള ചുറ്റുമുള്ള ഭാഗങ്ങളും അതുപോലെ നിങ്ങളുടെ ബ്രസ്റ്റിന്റെ ഭാഗവും. വയറിന്റെ ഭാഗം നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതും ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റൊമക്ക് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനായിട്ടും ഈ സമയത്ത് ചാൻസസ് ഉണ്ട്. ചില ആളുകൾക്ക് ബ്രസ്റ്റിന്റെ ഭാഗത്തും ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ബ്രസ്റ്റിന്റെ അവിടെയുള്ള സ്കിന്ന് പീൽ ചെയ്ത് പോകുന്നത് പോലെ, അതായത് പൊളിഞ്ഞു വരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയും നിങ്ങൾക്ക് ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അടുപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് തന്നെയാണ്. ഈ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കുന്നുവോ അത്രത്തോളം ഗർഭസ്ഥ ശിശുവിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലോട്ട് വർദ്ധിക്കുകയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോ ഡെവലപ്മെന്റിനും അതിന്റെ ട്യൂബ് ഡെവലപ്മെന്റിനും ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ഡെവലപ്മെന്റും കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള ഭാഗത്ത് കൂടുതൽ ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നല്ല മോയിസ്ചറൈസറോ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വായ അല്ലെങ്കിൽ തൊണ്ട കൂടുതലായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആസിഡിറ്റി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുകയാണെങ്കിൽ ഡ്രൈനെസ് കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. ഭക്ഷണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലത്തെ ഭക്ഷണം മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പല ആളുകളുണ്ട് ബ്രെഡ് ജാമും കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബ്രെഡ് ന്യൂട്ടലെ കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഒന്നും കഴിക്കാതെ ഉച്ചക്കത്തേക്ക് രാവിലത്തേക്ക് കൂടി ചേർത്ത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമ്മളിപ്പോൾ ധാന്യങ്ങളോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ ഒക്കെ നിങ്ങൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കുഞ്ഞിനും അതുപോലെ തന്നെ നിങ്ങൾക്കും സപ്പോർട്ട് നൽകുന്നതിനും നിങ്ങളുടെ ഓവറോൾ ഗ്രോത്തും ഡെവലപ്മെന്റും സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്നതും ആ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്രഗ്നന്റ് ആകുന്ന പല സമയത്തും പല ആളുകൾക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മീൽസ് സെപ്പറേറ്റ് ചെയ്ത് കഴിക്കുക. അതായത് ഒറ്റയടിക്ക് നിന്ന് കഴിക്കാതെ 3 നേരമായിട്ട് കഴിക്കാതെ അതൊരു 6 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6 നേരവും ഒരുപാട് ഫുഡ് കഴിക്കാനല്ല കേട്ടോ. 3 നേരത്തെ ഭക്ഷണം ലഘൂകരിച്ച് 6 നേരമാക്കിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6 തവണയായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതുണ്ടാകുന്ന മറ്റൊരു റീസൺ ആണ്, അതായത് നമ്മുടെ മൗത്ത് ഡ്രൈ ആവുന്ന മറ്റൊരു റീസൺ ആണ് നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിങ്ങളിലുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ടോ നിങ്ങൾക്ക് പകൽ ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിലോ ചിലപ്പോൾ രാത്രിത്തെ ഉറക്കം കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തില് ഡ്രൈനെസ് വായിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറക്കവും നല്ലതുപോലെ ക്രമീകരിക്കുന്നത് ആ ഒരു സമയത്തെ അവസ്ഥകൾ ത്രൂ ഔട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.